ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്തൊരവസ്ഥയാ വിഷ്ണുട്ടൻ നമ്മുടേത്. നമ്മളിങ്ങനെ ഓടിച്ചിട്ടും ദൈവത്തിന് മതിയാവുന്നില്ല. താനിത്ര പെട്ടെന്ന് എത്തുമെന്ന് കരുതിയില്ല. വിഷ്ണുട്ടൻ ഭക്ഷണമൊക്കെ അതിന് നന്ദി പറയേണ്ട സുബേർക്കാടാ. കൃത്യസമയത്തല്ല എത്തണ്ട്. ഒരു കുഴപ്പമില്ല. നമുക്കിങ്ങനെ എന്ന് ഒളിച്ചിരുന്ന പോരല്ലോ. സത്യം പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണ്ടേ. പോലീസ് ഒരിക്കലും വിഷ്ണുവേട്ടൻ നിരപരാധിയായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കില്ല. പ്രത്യേകിച്ച് ചന്ദ്രബോസിന്റെ പോലീസ്. അറിയാടോ, അവനെനിക്ക് കെണിയൊരുക്കി ലോകം മുഴുവൻ ഓടി നടക്കുക. ഇനി പുറത്തു വരാത്ത വിധം അവൻ എന്നെ പൂട്ടുകയും ചെയ്യും. ലോറിയിൽ ആരാ നിങ്ങൾ അറിയാതെ സ്പിരിറ്റ് വെച്ചെന്ന് കണ്ടുപിടിക്കാതെ ഈ കേസിൽ നിന്ന് ഒഴിയാനാവില്ല. പോലീസ് എന്തായാലും കണ്ടുപിടിക്കില്ല. പിന്നെയുള്ള ഏക വഴി നമ്മൾ പോലീസ് ആവുക എന്നുള്ളത് മാത്രം. താനെന്താ പറഞ്ഞു വരുന്നത്? അന്നേ ദിവസം ഫ്രൂട്ട്സും കയറ്റി നിങ്ങൾ എവിടെ നിന്നാണോ യാത്ര തിരിച്ചത് അവിടെ നിന്നും ഒരു പുതിയ യാത്ര നമുക്ക് ആരംഭിക്കണം. ഫ്രൂട്ട്സ് വെച്ച ലോറി വേണ്ട. പകരം മറ്റൊരു വാഹനത്തിൽ നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങണം. എവിടെയൊക്കെ നിർത്തി എവിടെയൊക്കെ സമയം ചെലവഴിച്ചു എന്നിങ്ങനെ കൃത്യമായി അളന്നു കുറിച്ചുള്ള ഒരു യാത്ര. എന്റെ മനസ്സ് പറയുന്നു ആ ഒരു യാത്രയിൽ നമുക്ക് കണ്ടെത്താനാവും സ്പിരിറ്റ് വണ്ടിയിൽ കയറിയ വഴി. എങ്കിൽ പിന്നെ കമലം കൂടി ഇറങ്ങണം. എവിടെയൊക്കെ നിർത്തിയെന്നും ആരോടൊക്കെ സംസാരിച്ചെന്നും കൃത്യമായിട്ട് അറിയുന്ന അവന് മാത്ര. കമലിനെ ഇറക്കാനുള്ള വഴി കണ്ടിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ ഇറങ്ങും. നമ്മൾ 3 പേരും കൂടി ഒരിക്കൽ കൂടി ആ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കണം. സംശയം തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം നിർത്താം. പോരുന്ന വഴികളിലൊക്കെയുള്ള CCTV ഫുട്ടേജും പരിശോധിക്കാം. എന്റെ മനസ്സ് പറയുന്നു ആ വഴികളിൽ എവിടെയോ വിഷ്ണുവേട്ടനെ കുടുക്കിയ ആ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ഈ യാത്രയിൽ ഈശ്വരൻ നമുക്കത് കാണിച്ചു തരും. എനിക്കിപ്പോ സങ്കടമൊന്നുമില്ല ശാലിനി. അച്ഛന്റെ കാര്യം ആലോചിച്ചിട്ട് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ കഴിഞ്ഞു പോയത്. അച്ഛനെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അച്ഛന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുള്ള പോലെ, എന്തോ ഓർമ്മക്കുറവ് പോലെ. ഒന്ന് ആശ്വസിപ്പിക്കാനോ സ്വന്തം മകനെന്ന രീതിയിൽ അച്ഛന്റെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. ആ ഒരു സങ്കടം വലിയ ഒരു മുറിവായിട്ട് എന്നെ മനസ്സിൽ കിടക്കുക. എടോ, അച്ഛനൊന്ന് പുറത്തുണ്ടായിരുന്നോണ്ടാ പപ്പി മോളെ രക്ഷിക്കാൻ പറ്റിയത്. പക്ഷെ അച്ഛൻ എങ്ങനെയാ രാത്രിയോടെ എത്തിയെന്നുള്ള ചോദ്യത്തിന് അച്ഛനിൽ മറുപടി ഉണ്ടായിരുന്നില്ല. അതെനിക്ക് വല്ലാത്തൊരു ടെൻഷൻ പോലെ. എനിക്കാണെങ്കിൽ ഇത് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റിയില്ല. വിഷ്ണുവേട്ടാ, അതിനെല്ലാം നമുക്ക് വഴിയുണ്ടാക്കാം. അതിനാദ്യം വേണ്ടത് വിഷ്ണുവേട്ടന്റെ തിരിച്ചുവരവ് തന്നെയാ. യഥാർത്ഥ സത്യം അത് പോലീസല്ല കണ്ടുപിടിക്കേണ്ടത്, നമ്മള് നിരപരാധിയാണെന്ന് നമ്മൾ തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ തെളിയിച്ചിരിക്കും, എന്ത് വില കൊടുത്തും.